സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് പത്തനംതിട്ട പോക്സോ കേസാണ്. പത്തനംതിട്ടയിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഒരു ആൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. കേസിൽ 62 പേരാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. അതായത് 62 പേർ ഈ പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലയളവിൽ, അതായത് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പീഡിപ്പിച്ചുവെന്നാണ് കേസുള്ളത്. പീഡനക്കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. അടൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശശിനാരായണൻ, ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു. അതിനിടെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ടോം, ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് ഹാജരായാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാരവാഹികളും അതിന്റെ അധികൃതരും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വിശദമായി ഈ പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം മജിസ്ട്രേറ്റ് മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. 44 പേരാണ് ഈ പീഡന കേസുമായി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 44 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് ഒരാൾ കൂടി അറസ്റ്റിലായതോട് ചേർത്താണ് 44 പേര് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അതുകൂടാതെ തന്നെ 29ഓളം എഫ്ഐആറുകളും ഉണ്ട്. അതായത് പത്തനംതിട്ട, ഇലവന്തിട്ട, മലയാലപ്പുഴ, കോന്നി തുടങ്ങിയ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമാണ് 29. കേസിൽ കൂടുതൽ പ്രതികൾ ഇനിയും അറസ്റ്റിലാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ജില്ലയുടെ പുറത്തും അതുപോലെ തന്നെ ജില്ലയുടെ പുറത്ത് തിരുവനന്തപുരം ജില്ലയിലും ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളിൽ ചിലർ വിദേശത്ത് കടന്നതായി സൂചനയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയത്തക്ക രീതിയിലുള്ള നിയമ സാധ്യതകൾ അതുകൂടി പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ്, ഒരുപക്ഷെ ഇവര് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറപ്പെടുവിക്കാനുമുള്ള ഒരു നീക്കം കൂടി പോലീസ് ശ്രമം കൂടി നടത്തുന്നതായി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മുഴുവൻ പ്രതികളെയും ഈ കേസിൽ ഈ കേസിൽ 62 പേർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണല്ലോ പരാതിയുള്ളത്. ഈ 62 പേരിൽ 4 പേർക്കെതിരെ കൃത്യമായ തെളിവില്ല എന്ന ചില സൂചനകൾ പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി പിടിയിലാകാനുള്ളത് എത്ര പേരാണ്? കാരണം 44 പേർ ഇതുവരെയും അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ ഈ പ്രായപൂർത്തിയാകാത്ത 4 പേരുണ്ട്. അതായത് +2 വിദ്യാർത്ഥികളായിട്ടുള്ള 4 പേർ. ഇവരെ അടക്കം പോലീസ് പിടികൂടിയിട്ടുണ്ടോ? ഇനി ബാക്കിയുള്ളവരെ, അതായത് പോലീസിന്റെ പിടിയിലാകാനുള്ള മറ്റുള്ളവരെ നാട്ടിലെത്തിക്കുക എന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കാരണം ചിലർ വിദേശ രാജ്യങ്ങളിലാണ്. അതല്ലെങ്കിൽ ഈ കേസ് പുറത്തു വന്നതിന് പിന്നാലെ ഒളിവിൽ പോയിട്ടുണ്ടാകാം. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം സൂചിപ്പിച്ച പോലെയാണ് ഈ പുറത്തു പോയിട്ടുള്ള, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിട്ടിരിക്കുന്ന പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നത്. അത് പ്രധാനമായി അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിലുള്ള പോലീസുമായൊക്കെ ആലോചിച്ചായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ നടക്കുക. വിദേശത്തുള്ള പ്രതികളെ എത്തിക്കുന്നുള്ള നടപടികളും അത്തരത്തിലൊരു സർക്കാരുമായി ആലോചിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത്തരം കാര്യങ്ങൾ കൂടിയായിരിക്കും പോലീസ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുക. എന്തായാലും 25 അംഗങ്ങൾ ഉൾപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികളിലേക്ക് എത്താൻ കൃത്യമായി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 44 പേരും ഉള്ളത്. പോലീസ് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം അതിന് ശാസ്ത്രീയമായ തെളിവുകള്, മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള തെളിവുകള്, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് കസ്റ്റഡി എടുത്ത് വിശദമായ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവുകളും ഒക്കെ മനസ്സിലാക്കിയ ശേഷമാണ് പോലീസ് ഈ പ്രതികളെ 44 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. നേരത്തെ ടോം ചോദിച്ച പോലെ 4 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെ നമുക്ക് അത്തരം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവരും ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ പ്രായപൂർത്തിയാകാത്ത 3 പേർ കൂടിയുണ്ട്. അവരെല്ലാം ഈ കേസിന്റെ പ്രതികളാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പീഡന കേസിൽ ശക്തമായ ഒരു ഇടപെടൽ പോലീസിനുണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാവും. കസ്റ്റഡിയിൽ ആളുകളെ എടുക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ചെറിയ പരാമർശങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തെളിവുകളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമാണ് ആളുകളെ സംശയത്തിന്റെ നിലയിൽ
വെക്കാതെ പറഞ്ഞിട്ട് വിടുന്നത്. ഏറ്റവും കൂടുതൽ ഈ പോലീസ് കൃത്യമായി ഈ സംശയമുള്ള ആളുകളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കി ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് കുട്ടി മൊഴി നൽകിയതനുസരിച്ച് മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ തെളിവില്ലാതെ ഒരാളെയും പോലീസ് കസ്റ്റഡി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ അതാണ് കാരണം ഈ കഴിയുന്നത്. കേസിലെ പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ഡയറിയാണ്. ആ ഡയറിയിൽ തന്നെ പീഡിപ്പിച്ച 62 പേരുടെ പേര് കൃത്യമായും എഴുതി വെച്ചിരുന്നു. ഇതിനപ്പുറം പോലീസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വാഭാവികമായ അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. അതിനപ്പുറം ഈ കേസിൽ സാക്ഷികളുണ്ടോ? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അതല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഈ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ അറിയാമായിരുന്നു, അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ടോം, ഈ കേസ് ഒരു നെറ്റ്വർക്ക് പോലെ തന്നെയാണ് പോയിട്ടുള്ളത്. കാരണം ഇത് ലിങ്ക് ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഈ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. കാര്യം ഒരാൾ മുഖേന ആദ്യം ഈ കുട്ടിയുടെ സുഹൃത്തായ ഒരാൾ പീഡിപ്പിക്കുന്നു, പിന്നീട് നഗ്നചിത്രം എടുക്കുന്നു, പിന്നെ അത് വെച്ച് 5 പേർ, അയാളുടെ സുഹൃത്തുക്കൾ 5 പേർ ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ പോലെ തന്നെ, ചങ്ങലകൾ പോലെ തന്നെ ഈ കേസിലെ പ്രതികൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ പെൺകുട്ടിയുടെ മൊബൈൽ, പിതാവിന്റെ മൊബൈലിലുണ്ടായിരുന്ന ഫോൺ നമ്പറുകള്, ഈ പെൺകുട്ടി എഴുതി വെച്ച പേരുകള്, സ്ഥലങ്ങൾ എല്ലാം പോലീസ് പരിശോധിച്ചവരാണ്. റാന്നിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ എന്നിവിടങ്ങളിലെല്ലാം ഈ പെൺകുട്ടി കൊണ്ടുപോയി ഈ പ്രതികൾ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. ആ പ്രതികൾ അത് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം അടിസ്ഥാനത്തിലും ആ തെളിവുകൾ കൂടി, ഫോണിലെ തെളിവുകളും ഈ പെൺകുട്ടി പറഞ്ഞ മൊഴികളും പരിശോധിച്ച് ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധന നടത്തിയതിനു ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ പോക്സോ വകുപ്പ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് നേരിട്ടൊരു മൊഴി നൽകാൻ പെൺകുട്ടി ഈ കേസിന്റെ ഭാഗമായി പെൺകുട്ടി ഇപ്പോൾ അടൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും കേസ് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. വരും ദിവസങ്ങളിലും അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കസ്റ്റഡിയിൽ തുടരാനും സാധ്യതയുണ്ട്. ടോം, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട പോക്സോ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്ന ഇന്ന് ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ 44 പേർ ഇതുവരെയും പോലീസിന്റെ പിടിയിലായവരിലുണ്ട്. എന്തായാലും നിലവിൽ ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തുകയാണ്.